Yes, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സോ വെൽക്കം ടു yet another ലൈവ് സെഷൻ ഫ്രം IILT. അപ്പോൾ നമ്മൾ എല്ലാ ബുധനാഴ്ചയാണ് നമ്മളൊരു IILTയുടെ OETയുടെ സീരീസ് ഓഫ് ലൈവ് സെഷൻസ് നടക്കുന്നതെന്ന് അറിയാം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇപ്പോൾ ഞാൻ ആസ് ആൻ OET ട്രെയിനർ ഫ്രം IILT നമ്മൾ റീഡിങ്ങും ലിസണിങ്ങും ആയിരുന്നു ഞാനൊരു കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്പീക്കിങ്ങിൻ്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലൈവിലും നിങ്ങൾക്ക് കാണാം, തമ്മിൽ കാണാവുന്ന പോലെ തന്നെ നമ്മൾ സ്പീക്കിംഗ് എന്ന് പറയുന്ന OET ഒരു സബ് ടെക്സ്റ്റിന്റെ ലൈവായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ്ങും ലിസണിങ്ങും പോലെ തന്നെ അപ്പോൾ നമുക്ക് OET എന്ന് പറയുന്ന ഒരു എക്സാമിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരു മൊഡ്യൂള് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മൊഡ്യൂൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത്രയ്ക്കും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്നൊരു സംഭവം നമുക്കില്ല. ബോത്ത് ഫോർ മൊഡ്യൂൾസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്പീക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്രത്തോളം ഫ്ലുവൻ്റ് ആണ്, എത്രത്തോളം നമ്മൾ ഗ്രാമാറ്റിക്കലി പ്രിസൈസ് ആണ് എന്നുള്ള ഘടകങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയയിൽ പോയി കഴിയുമ്പോൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്രൈറ്റീരിയയിൽ ആസ് എ നേഴ്സ് നമ്മൾ എങ്ങനെയാണ് ആ സ്പീക്കിങ്ങിൻ്റെ റോൾ പ്ലേ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ആസ് എ നേഴ്സ് ഹൗ വി ആർ ഇനീഷ്യേറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ റോൾ പ്ലേ, അതിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കടമകൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണല്ലോ നമുക്ക് 2 സെറ്റ് ഓഫ് ക്രൈറ്റീരിയ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഒരു പർട്ടിക്കുലർ ആരോടും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ആ ഒരു സംസാരം ഓപ്പൺ ചെയ്യുന്നു, എങ്ങനെ ആ ഒരു കോൺവെർസേഷൻ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഇസ് ടു ഇമ്പോർട്ടൻറ്റ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ OET സ്പീക്കിങ്ങിൽ നമ്മളൊരു റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മുന്നിലിരിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിലോ ബൈസ്റ്റാൻഡർ ആണെങ്കിലോ ആരാണെങ്കിലും അവരോട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാം, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ OET സ്പീക്കിങ്ങിൽ കാണുന്നത് എന്താ, നമുക്കൊരു റോൾ പ്ലേ കാർഡ് കിട്ടുന്നു. ആ റോൾ പ്ലേ കാർഡിൽ ഡിഫറെൻറ്റ് സെറ്റിംഗ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് സെറ്റിങ്ങിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ സ്പീക്കിങ്ങിൻ്റെ ആ ഒരു കാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ പല പല കേസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോൺ കേസ് ഉണ്ട്, അൺനോൺ കേസ് ഉണ്ട്. പിന്നെ നമ്മൾ സെറ്റിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് ഹോം വിസിറ്റ് വരും. അങ്ങനെ പല രീതിയിലുള്ള സെറ്റിങ്ങുകളും കേസസിന്റെ ഡിഫറൻസസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കേസസിലും നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ഫ്രെയിം ചെയ്യുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ്. അപ്പോൾ ഒരു നോൺ കേസ് ആണ് വരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, അൺനോൺ കേസ് ആണ് വരുന്നെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഹോം വിസിറ്റ് ആണ് വരുന്നെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, മറ്റ് ഡിഫറെൻറ്റ് സെറ്റിംഗ്സ്, ഒരു പർട്ടിക്കുലർലി ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് തരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ആ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ ആള് എങ്ങനെയായിരിക്കും അവർ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുക? ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് ഹരി, അല്ലെങ്കിൽ മൈ നെയിം ഇസ് സംതിങ്, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് പർട്ടിക്കുലർ സെറ്റിംഗ്. അപ്പോൾ എന്താണോ സെറ്റിംഗ്, ഐ ആം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് എന്ന് പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗായിട്ട് OETയിലെ സ്പീക്കിംഗ് ചെയ്യുന്ന എല്ലാവരും ചെയ്തിട്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഐ ആം വൺ ഓഫ് ദ നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ക്ലിനിക് ആണെങ്കിൽ ഐ ആം വൺ ഓഫ് ദ നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ക്ലിനിക്. സോ ഈ ഒരു സെന്റൻസ് ബൈ ഹാർട്ട് ചെയ്തിട്ട് സെറ്റിംഗ് ഏതാണോ ആ സെറ്റിംഗ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. ഇതാണ് നോർമലി ഞാൻ സ്പീക്കിംഗ് ഒക്കെ എടുക്കുമ്പോഴും ഇവിടെ സ്റ്റുഡൻസുമായിട്ട് നമ്മൾ നേരിട്ട് റോൾ പ്ലേ ചെയ്യുമ്പോഴും അവർ ചെയ്യാറുള്ള കാര്യം. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ക്ലീഷ്യസ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് അതുപോലെയല്ല, നമുക്ക് ഓരോ സെറ്റിങ്ങിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഇൻട്രൊഡക്ഷൻസ് നമ്മൾ ഷേപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു റോൾ പ്ലേ ഇനീഷ്യേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ റോൾ പ്ലേ ഇഫക്റ്റീവ് ആവുള്ളൂ. സോ നമുക്ക് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് സെറ്റിങ്സിൽ നമുക്ക് എങ്ങനെ ഒരു റോൾ പ്ലേ ഇനീഷ്യേറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമുക്കൊരു റോൾ പ്ലേ ഇനീഷ്യേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ലൈഫ്. ഓക്കെ, സോ ഐ എം ഹരി, വൺ ഓഫ് ദ എക്സ്പേർട്സ് ട്രെയിനേഴ്സ് ഫ്രം IILT. അപ്പോൾ ഇന്നത്തെ ലൈവ് അതാണ്. സോ യെസ് വെൽക്കം. അശ്വതി ഹായ്, ഗുഡ് മോർണിംഗ്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മളിന്ന് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു റോൾ പ്ലേ കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് ആ റോൾ പ്ലേ കാർഡ് ഒരു സ്ട്രക്ചർ, സ്വഭാവം? ആദ്യം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരിക്കും എന്താണ് ചെയ്യേണ്ടത്. യു ആർ ടോക്കിംഗ് ടു സം പേഴ്സൺ, അല്ലെങ്കിൽ യു ആർ ഇൻ എ പർട്ടിക്കുലർ സെറ്റിംഗ്, അവിടെ നമ്മളൊരു മെഡിക്കൽ കണ്ടീഷനോ എന്തെങ്കിലും കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ടാസ്ക് എന്ന് പറയുന്ന ബുള്ളറ്റ് തന്നിരിക്കുന്നതിൽ താഴെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു റോൾ പ്ലേ ഇനീഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് വെൻ വി ഗെറ്റ് എ റോൾ പ്ലേ ഇൻ ടു യുവർ ഹാൻഡ്, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഒരു വാം അപ്പ് സെഷൻ കഴിഞ്ഞ്
കഴിഞ്ഞിട്ട് ഇന്റർലോക്യൂട്ടർ നമ്മുടെ കയ്യിലേക്ക് റോൾ പ്ലേ കാർഡ് തന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് നോക്കുമ്പോൾ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ടു കാറ്റഗറൈസ് വെദർ ഇറ്റ് ഈസ് എ നോൺ കേസ് ഓർ അൺനോൺ കേസ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ തന്നിരിക്കുന്ന കേസ് ഒരു നോൺ കേസ് ആണോ, തന്നിരിക്കുന്ന കേസ് ഒരു അൺനോൺ കേസ് ആണോ? നോൺ കേസ് ആണെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി വേറെയാണ്, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അൺനോൺ കേസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഈ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇഫ് ദ കാർഡ് ഇസ് എൻ അൺനോൺ കേസ്. അൺനോൺ കേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്, നോൺ കേസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൂന്നാമത്തത്, ഹോം വിസിറ്റ്. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വേറെ സെറ്റിംഗ്സും കാര്യങ്ങളും ഉണ്ട്, അത് നെക്സ്റ്റ് ലൈവ് സെഷൻസിൽ നമ്മളത് ഒരു അടുത്ത സെഷനിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. സോ ഇതൊരു സീരീസ് ഓഫ് ലൈവ് സെഷൻ, 2-3 ലൈവ് സെഷനിലൂടെ നിങ്ങൾക്ക് OET വരാവുന്ന എല്ലാ കേസിലും ഓൾമോസ്റ്റ് എല്ലാ സെറ്റിംഗ്സിലും എങ്ങനെ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. സോ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ചിലപ്പോൾ അവർ ഈ ഡിഫറെൻറ്റ് സെറ്റിംഗ്സ് ഉണ്ട്, ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോവുകയുള്ളൂ, ഇതാണ് ഈ സെറ്റിംഗ്സ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു പോവുകയുള്ളൂ. പക്ഷേ സ്റ്റുഡൻസിന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എങ്ങനെ അത് ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ, ഒരു നോൺ കേസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നോൺ കേസ് ആകുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു റോൾ പ്ലേ കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോൺ കേസ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അൺനോൺ കേസ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള പല ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷനിലും അത് കൊടുക്കുന്നില്ല, പക്ഷെ നമ്മൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ OET സ്പീക്കിംഗ് ഇഫക്റ്റീവായിട്ട് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു കാര്യവും ഒരു സ്പീക്കിങ്ങിൻ്റെ സെഷൻ നമ്മൾ എങ്ങനെ എത്രത്തോളം ഇഫക്റ്റീവായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിലാണ് നമ്മുടെ ഒരു കഴിവിരിക്കുന്നത്. അതൊരു ഇംപ്രസീവ് രീതിയിൽ നമ്മൾ ആ സെറ്റിങ്ങിനെ അനുസരിച്ച് നമ്മൾ കേസ് നോൺ ആണോ അൺനോൺ ആണോ എന്ന് മനസ്സിലാക്കി, ഇഫ് യു ക്യാൻ മേക്ക് ഓർ ഇഫ് യു ക്യാൻ ബ്രിങ് ഔട്ട് എ better conversation or if you can bring out a good initiation conversation അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഒരു ഗുഡ് ഇൻട്രൊഡക്ടറി ഫേസ് കൊണ്ട് കഴിഞ്ഞാൽ തന്നെ അതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇന്റർലോക്യൂട്ടറിനെ പ്ലീസ് ചെയ്യാൻ കഴിയും നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, സോ ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അൺനോൺ കേസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, what are the steps that we need to follow in order to initiate that particular conversation എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ എന്താണ് ഈ അൺനോൺ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ വേർഡ് അൺനോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും പേഷ്യൻ്റ് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ, ആ പേഷ്യൻറ്റിൻ്റെ പേരറിയില്ല, ആ പേഷ്യൻ്റ് എന്തിനാണ് ആ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ വന്നു എന്നൊന്നും നമുക്കറിയില്ല. അതാണ് നമ്മളെ unknown case എന്ന് പറയുന്നത്. Unknown means we are not aware of what is the name of the patient, what is the condition of the patient and why the patient is visiting that particular health setting. ഇതാണ് നമ്മുടെ unknown case. ഫോർ എക്സാമ്പിൾ നമുക്ക് തരികയാണ് ഒരു റോൾ പ്ലേ കാർഡ് തരികയാണ്. You are a 25-year-old patient, you are talking to a 25-year-old patient who is there in an emergency department. പുള്ളി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു, പുള്ളിക്ക് ഒരു ഇന്ന കണ്ടീഷൻ ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു കേസ് കിട്ടി. അതിൻ്റെ ടാസ്ക് പോയിന്റിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന ടാസ്ക് പോയിന്റിൽ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, എൻക്വയർ ഓർ എക്സാമിൻ ദ റീസൺ ഓർ ദ പേർപ്പസ് ഓഫ് ദ വിസിറ്റ്, അല്ലെ? അപ്പോൾ ഏത് സെറ്റിംഗ് ആണെന്ന് പറയുന്നു, എന്തിനാണ് ആ പർട്ടിക്കുലർ കക്ഷി അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് അവിടെ വന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ടാസ്ക് പോയിന്റിലെ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ടാസ്ക് ചെയ്യേണ്ടത് തന്നിട്ടുണ്ടായിരിക്കും, എൻക്വയർ ദ റീസൺ ഫോർ ദാറ്റ് പേഷ്യൻസ് വിസിറ്റ് അല്ലെങ്കിൽ ആസ്ക് ഫോർ ദ പേർപ്പസ് ഓഫ് ദ വിസിറ്റ്. എന്താ പേർപ്പസ് ഓഫ് ദ വിസിറ്റ്? ഇപ്പോൾ ആസ്ക് ഫോർ ദ പേർപ്പസ് ഓഫ് ദ വിസിറ്റ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ, എന്തിനാണ് ആ കക്ഷി അവിടെ വന്നിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ നോൺ കേസ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ എന്തിനാണ് ആ പേഷ്യൻ്റ് അവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ബിക്കോസ് ദാറ്റ് പേഷ്യൻ്റ് ഈസ് ഓർ ദാറ്റ് പേഴ്സൺ ഈസ് കോൺസ്റ്റന്റ്ലി വിസിറ്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ ഹെൽത്ത് സെറ്റിംഗ്, അല്ലെ? പക്ഷെ ഇവിടെ എന്തിനാണ് ആ പേഷ്യൻ്റ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല, അതുകൊണ്ടാണ് നമുക്ക് എൻക്വയർ ദ റീസൺ ഫോർ ദ പേഴ്സൺസ് വിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം അതൊരു കംപ്ലീറ്റ്ലി എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ആൻ അൺനോൺ കേസ് ആണെന്ന്. അപ്പോൾ ആ പേഷ്യന്റിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ആ കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാം, ആസ് എ നഴ്സ് നമുക്ക് എങ്ങനെ ആ കോൺവെർസേഷനെ ഇനീഷ്യേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, യെസ് അശ്വതി, ഗുഡ് മോർണിംഗ്. ആതിര, ഗുഡ് മോർണിംഗ്. ശ്യാമ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഹോപ്പ് എവരി വൺ ഇസ് ഡൂയിങ് ഗുഡ്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞുമ്പോൾ സോ ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്, എന്തായിരിക്കും നമ്മൾ ചെയ്യുക? അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ശരി, ആരെങ്കിലും ആണെങ്കിലും ശരി, നമ്മൾ ഒരാളെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വിഷ് ചെയ്യും, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സണെ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യും. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം, അപ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഗ്രീറ്റ് ചെയ്യാം. സോ റോൾ പ്ലേ കാർഡിൽ ടൈം മെൻഷൻഡ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എന്നുള്ളൊരു സംഭവം ഫ്രെയിം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്താണോ ആ ഒരു റോൾ പ്ലേ സെഷൻ നിങ്ങൾ നടത്തുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക്
ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നുള്ള ആ ഒരു സംഭവം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെപ്പോഴാണ് രാവിലെ അല്ലേ, അപ്പോൾ നമുക്ക് ഗുഡ് ഈവനിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. സോ ഗുഡ് ഈവനിങ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഗ്രീറ്റ്. അപ്പോൾ അൺനോൺ കേസ് ആണ്, ഒരു പേഷ്യൻ്റ് ആദ്യം അയാൾ ഇവിടെ വരുന്നു അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇങ്ങോട്ടേക്ക് വരുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം വി ഗ്രീറ്റ് ദ പേഷ്യൻറ്റ്. സോ യെസ് അജ്മൽ, ഹായ്, ഓക്കെ. അപ്പോൾ അത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഓക്കെ, ആ പേഷ്യൻ്റ് അവിടെ വരുന്നു, ഒരു അൺനോൺ കേസാണ്, ആ പേഷ്യൻ്റ് അവിടെ വരുന്നു, നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്നുള്ളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ, യെസ് I am one of the registered nurses working in this something, അല്ലെങ്കിൽ I am one among the nurses working in this clinic, അങ്ങനെയുള്ളൊരു രീതിയിൽ നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മൾ പേഷ്യൻ്റ് കാര്യം ചോദിക്കാതെ ഒരു കുറച്ചുകൂടെ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ നമുക്ക് ആ ഒരു സെറ്റിങ്ങുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനുമായിട്ട് ആ പേഷ്യൻറ്റിനെ നമുക്കൊന്ന് കംഫർട്ടബിൾ ആക്കാം, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നു, ആദ്യം ഗുഡ് മോർണിംഗ് പറയുന്നു, പിന്നെ നമ്മൾ വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് അല്ലെങ്കിൽ ഐ എം വൺ അമംഗ് ദ നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ക്ലിനിക് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്നുള്ള രീതിയിൽ ആ കക്ഷീനെ നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സെറ്റിങ്ങുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആയിട്ട് നമുക്കൊന്ന് കംഫർട്ടബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് കംഫർട്ടബിൾ ആക്കാം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് അല്ലെങ്കിൽ പ്ലീസ് ബി കംഫർട്ടബിൾ എന്നുള്ള രീതിയിലൊക്കെ നമുക്കതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ചോദിക്കാം, പിന്നെ നെക്സ്റ്റ് തിങ് ദാറ്റ് ഇസ് ഓൾസോ ഫസ്റ്റ് തിങ് ഇസ് ദ ഗ്രീറ്റിംഗ്, സെക്കൻഡ് തിങ് യു നീഡ് ടു ഗിവ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ, ആൻഡ് ദ തേർഡ് തിങ് ഇസ് ടു മേക്ക് ദ പേഷ്യൻറ്റ് കംഫർട്ടബിൾ ദെയർ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സെറ്റിംഗ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എടുക്കാട്ടോ, ബിക്കോസ് അത് യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കേൾക്കേണ്ടി വരും. ഓക്കെ, ലിൻസി, യെസ് ലിൻസി, ഹായ്, ഓക്കെ ഫൈൻ. അപ്പോൾ തേർഡ് തിങ് നമ്മൾ പറഞ്ഞു, മേക്ക് ദ പേഷ്യൻറ്റ് കംഫർട്ടബിൾ, അല്ലേ? ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് നെക്സ്റ്റ് കാര്യമായിട്ട് നമുക്ക് എന്ത് പറയാം, എൻക്വയർ ദ റീസൺ ഫോർ ദ വിസിറ്റ്. കാരണം എന്താ, ആ പേഷ്യൻ്റ് എന്താണ് വന്നിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ആ ടാസ്ക് ബുള്ളറ്റ് പോയിന്റിൽ തന്നെ പറയുന്നുണ്ട്, ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു മേക്ക് ഷുവർ ഇസ് ടു വൈ ദാറ്റ് പേഴ്സൺ is approaching in that particular health setting. അപ്പോൾ നമുക്ക് ആസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചോദിക്കാം റീസൺ ഫോർ ദ വിസിറ്റ്, എന്തിനാണ് ഇവിടെ വന്നത്. സോ കുഡ് പ്ലീസ് ടെൽ മീ ഓർ ഹൗ ക്യാൻ യു പ്ലീസ് ടെൽ മീ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് പ്ലീസ് ടെൽ മീ യുവർ പർപ്പസ് ഓഫ് ദ വിസിറ്റ് ഓർ വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ റീസൺ ഓഫ് ദ വിസിറ്റ് അതാണ് നമ്മൾ എൻക്വയർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, അവരൊരു റിപ്ലൈ നമുക്ക് തരും, അല്ലെ? എന്തിനാണ് താങ്കൾ ഇവിടെ വന്നത്, എന്തിനാണ് താങ്കൾ ഇവിടെ വരാൻ ഉണ്ടായ സാഹചര്യം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇന്ന കാരണം കൊണ്ടാണ്, എനിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊന്ന് വീണു, എൻ്റെ വൂണ്ട് മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഇറ്റ്സ് പ്രൊഫൗണ്ട്ലി ബ്ലീഡിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ദ നെക്സ്റ്റ് തിങ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു റീഅഷ്വറൻസ് ആണ്, അല്ലെ? ഒരു റീഅഷ്വറൻസ് കൊടുക്കണം. കാരണം എന്താ, ഒരു പേഷ്യൻ്റ് നമ്മളോട് ഒരു കൺസേൺ പറയുകയാണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇന്ന ഒരു കാര്യത്തിനാണ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വന്നത് എന്നുള്ള ഒരു കൺസേൺ, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ അടുത്തേക്ക് മുന്നോട്ടേക്ക് വെക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെഡിക്കൽ കണ്ടീഷൻ നമ്മുടെ അടുത്തേക്ക് മുന്നോട്ടേക്ക് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനോടൊരു അഷ്വറൻസ് കൊടുക്കാം. അപ്പോൾ ട്രൈ നോട്ട് ടു വറി, യു ആർ ദ റൈറ്റ് പ്ലേസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇത് ട്രീറ്റബിൾ ആണ്, അല്ലെങ്കിൽ അത്രയും വറി ചെയ്യാനുള്ള കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിൽ നമുക്കൊരു അഷ്വറൻസ് ഫ്രേസ് നമുക്ക് അവിടെ കൊടുക്കാം. സോ എൻക്വയർ, അപ്പോൾ എന്തുകൊണ്ടാണ് അവരിവിടെ വന്നത് എന്ന് ചോദിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് ആ അഷ്വറൻസ് ആണ്. ഓക്കെ, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്, try not to worry, it is a completely normal thing to have such a thing, we are all here to help you എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഒരു റീഅഷ്വറൻസ് ഫേസ് കൊടുക്കാം. then you can ask for the patient details. so അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് before proceeding further, for the purpose of documentation, can you please tell me your name and age. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പേഷ്യൻ്റ് ഒരു അൺനോൺ കേസ് ആണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു കഴിയുമ്പോൾ ഇറ്റ് ഇസ് മസ്റ്റ് ദാറ്റ് യു ആസ്ക് ദ പേഷ്യൻറ്റ്സ് നെയിം അലോങ് വിത്ത് ദ ഏജ് ഓഫ് ദ പേഷ്യൻറ്റ്. യെസ്, സോ ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ ദീസ് ആർ ദ വേസ് ബൈ വിച്ച് വി ക്യാൻ ഹാവ് ഓർ വി ക്യാൻ സ്റ്റാർട്ട്, ഓർ ദീസ് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് യു ക്യാൻ ഫോളോ വെൻ യു ഐഡൻറ്റിഫൈ ദ കേസ് ആസ് ആൻ ഓർ ദ റോൾ പ്ലേ ഓർ ഇസ് ആൻ അൺനോൺ കേസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ പേഴ്സണെ ഗ്രീറ്റ് ചെയ്യുന്നു ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം. സെക്കൻഡ്, വി ആർ ഹാവിങ് ഓർ വി ആർ ഗിവിംഗ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ആരാണ്, സംതിങ്, മൈ നെയിം ഇസ് സംതിങ് ആൻഡ് വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് ഓർ വൺ അമംഗ് ദ നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് പർട്ടിക്കുലർ സെറ്റിംഗ് എന്ന് കൊടുക്കാം. തേർഡ് സംഭവം നമുക്ക് കൊടുക്കാം, ഒരു പേഷ്യൻറ്റിനെ ആ ഒരു ഏരിയയിലേക്ക് ഒന്ന് കംഫർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കംഫർട്ടബിൾ സെൻറ്റൻസ് കൊടുക്കാം. ദെൻ യു ക്യാൻ എൻക്വയർ റിഗാർഡിംഗ് ദ റീസൺ ഓഫ് ദ വിസിറ്റ്. ദെൻ യു ക്യാൻ ഗിവ് എ സെൽഫ് അഷ്വറൻസ്. പേഷ്യൻ്റ് ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ആസ് എ ഫിഫ്ത്ത് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒരു സെൽഫ് അഷ്വറൻസ് കൊടുക്കാം. ആൻഡ് ആസ് എ സിക്സ് സ്റ്റെപ്പ് യു ക്യാൻ ഗിവ് ഫോർ ദ ഓർ യു ക്യാൻ ആസ്ക് ഫോർ ദ patient details. അപ്പോൾ for the purpose of documentation, can you please tell me your name and your age. So ഇങ്ങനെയാണ് നമുക്കൊരു അൺനോൺ കേസിൽ നമുക്ക്
നമുക്ക് അതിനോടൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ തിങ്സ്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഒരു അൺനോൺ കേസിൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്, ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഓക്കെ, യെസ് ഷിബ, ഹായ്, ഹൗ ആർ യു? ഓക്കെ, അപ്പോൾ ഇത് അൺനോൺ കേസാണ്. ഓക്കെ, ഇതിൽ അൺനോൺ കേസിൽ ഇത് ഡയറക്ട്ലി ഒരു പേഷ്യൻ്റ് ആണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്, അല്ലേ? പേഷ്യൻ്റ് ആണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ യു ആർ ടോക്കിംഗ് ടു എ പേഷ്യൻ്റ് എന്നായിരിക്കും. പക്ഷേ ഈ അൺനോൺ കേസിൽ നമുക്ക് ഈ സെനറിയോ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡർ വരാം, ഇല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മദർ ഡോട്ടറിൻ്റെ കാര്യം പറയാനായിട്ട്, ചിലപ്പോൾ ഒരു ഫാദർ ഒരു ഡോട്ടറിന്റെ കാര്യം പറയാനായിട്ട്, മകളുടെ കാര്യം പറയാനായിട്ടൊക്കെ ആയിട്ടും വരാം. അപ്പോൾ ദർ ആർ ചാൻസസ് ദാറ്റ് either the patient can approach you or a bystander can approach you. അപ്പോൾ ബൈസ്റ്റാൻഡർ ആണെങ്കിൽ നമ്മളിവിടെ എന്തൊക്കെയാണ് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത്? ബൈസ്റ്റാൻഡർ ആണെങ്കിൽ നമ്മൾ ആ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു റീഅഷ്വറൻസ് ഫേസ് കൊടുക്കും. നമ്മൾ പറഞ്ഞു അൺനോൺ കേസിൽ നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യന്റിന് നമ്മൾ റീഅഷ്വറൻസ് കൊടുക്കുന്ന സമയത്ത്, അതായത് എന്തിനാണ് താങ്കൾ ഇവിടെ വന്നത്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ വിസിറ്റ് എന്ന് ചോദിച്ചതിന് ശേഷം നമ്മൾ പേർപ്പസ് ഓഫ് ദ വിസിറ്റ് പറഞ്ഞു കഴിയുമ്പോൾ വി ആർ പ്രൊവൈഡിങ് എ റീഅഷ്വറൻസ് ടു ദ പേഷ്യന്റ്. അപ്പോൾ ആ റീഅഷ്വറൻസിന്റെ സമയത്ത് അത് ആ ഒരു യുവർ കണ്ടീഷൻ എന്നുള്ള രീതിയിൽ യുവർ ഡോട്ടേഴ്സ് കണ്ടീഷൻ, യുവർ സൺസ് കണ്ടീഷൻ, യുവർ ഫാദേഴ്സ് കണ്ടീഷൻ, യുവർ മദേഴ്സ് കണ്ടീഷൻ എന്ന് നമ്മൾ അവിടെ ചേഞ്ച് ചെയ്യണം. ബിക്കോസ് അവിടെ ഡോക്ടറിന് വേണ്ടിയിട്ട് മദർ ആയിരിക്കും വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ യുവർ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം മദർ ഇസ് നോട്ട് ദ പേഷ്യന്റ് ദെയർ, അല്ലേ? മദർ ആയിരിക്കില്ല അവിടെ പേഷ്യന്റ്, ബൈസ്റ്റാൻഡർ അല്ലായിരിക്കും അവിടെ പേഷ്യന്റ്. ബൈസ്റ്റാൻഡർ വേറെ ആരുടെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ യുവർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു മേജർ എറർ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ യുവർ ഡോട്ടേഴ്സ് സിറ്റുവേഷൻ, യുവർ ഡോട്ടേഴ്സ് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ റീഅഷ്വറൻസ് ഫ്രേസിൽ ചെറിയൊരു മാറ്റം വരുത്തണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആസ്ക് ഫോർ ദ പേഷ്യൻസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ അവിടെ ഫ്രെയിം ചെയ്യാം? അവിടെ നമ്മൾ സംസാരിക്കുന്നത് പേഷ്യന്റിനോടല്ല, അല്ല, ബൈസ്റ്റാൻഡറിനോടാണ് നമ്മൾ അവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു പേര് വിളിച്ചു വേണമല്ലോ സംസാരിക്കാൻ. സോ ഇറ്റ് ഈസ് നീഡഡ് ദാറ്റ് വി നീഡ് ടു ഗെറ്റ് ദ നെയിം ഓഫ് ദ ബൈസ്റ്റാൻഡർ ഓൾസോ, അല്ലെ? അപ്പോൾ പേഷ്യന്റിന്റെ പേരും കിട്ടണം, ബൈസ്റ്റാൻഡറിന്റെ പേരും കിട്ടണം. എന്നാലേ നമുക്ക് അവരോട് കുറച്ചുകൂടെ ഒരു എംപത്തറ്റിക്കൽ രീതിയിൽ നമുക്ക് പേര് വിളിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ ദ കമ്മ്യൂണിക്കേഷൻ പേർപ്പസ് ക്യാൻ യു പ്ലീസ് ടെൽ മീ യുവർ നെയിം. അത് മതി. കാരണം അവിടെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് മാത്രം മതി. അവിടെ ഇരിക്കുന്ന ആളുടെ കൂടുതൽ ഏജും കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പേഷ്യന്റിന്റെ കാര്യം എൻക്വയറി ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറിന് എത്ര വയസ്സ്, ഡോക്ടറിന്റെ പേര്, ഡോക്ടറുടെ ഏജ് ചോദിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ നമ്മൾ ഡോക്ടറോടല്ല സംസാരിക്കുന്നത്, ബൈസ്റ്റാൻഡറോടാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഫോർ ദ പേർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫോർ ഈസി കമ്മ്യൂണിക്കേഷൻ ക്യാൻ യു പ്ലീസ് ടെൽ മീ യുവർ നെയിം. അപ്പോൾ നമുക്ക് ബൈസ്റ്റാൻഡറുടെ പേര് ചോദിക്കാം. സോ ഇതാണ് പേഷ്യന്റ് അല്ലാതെ ബൈസ്റ്റാൻഡർ ആണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റോൾ പ്ലേയിൽ ഇൻട്രൊഡക്ഷനിൽ വരുത്തേണ്ട ചേഞ്ചസ്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ ഐ ഹോപ്പ് ഒരു നോൺ കേസ് ആണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതും, ആ നോൺ കേസ് ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലാസിക് മോഡൽ ഓഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഫ്രെയിം ചെയ്യുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് ഐ സേ വൺസ് അഗൈൻ ഗ്രീറ്റിംഗ്സ് ഫസ്റ്റ്, then you can have a self introduction, then you can make the patient comfortable. That's a third step. As a fourth step നമുക്ക് പോവാം reason for the visit, എന്തിനാണ് ആ പേഷ്യൻ്റ് അവിടെ വന്നതെന്നുള്ള റീസണിലായിട്ട് നമുക്ക് പോവാം. Fifth, you can have a reassurance for the concern expressed by the patient, and next as a sixth thing അല്ലെങ്കിൽ as a next thing you can have a detail of, you can get the details of the patient by asking the name of the patient along with his or her age. ക്ലിയർ ആണല്ലോ? ബൈസ്റ്റാൻഡർ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ വേണം എന്നുള്ളതും നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് ഇസ് ഇറ്റ് റിഗാർഡിങ് ഇഫ് യു ആർ ഗെറ്റിംഗ് വാട്ട് അൺനോൺ കേസ്, അല്ലെ? അപ്പോൾ നമ്മൾ നേരെ ഷിഫ്റ്റ് ചെയ്യുന്നു അൺനോൺ കേസിലേക്ക്. നമുക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അൺനോൺ കേസിൽ നമ്മൾ നേരെ ഷിഫ്റ്റ് ചെയ്യാണ് നോൺ കേസ് ആണ്. നോൺ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവും. നോൺ കേസ് മീൻസ് നമുക്ക് ആ പേഷ്യന്റിനെ അറിയാം, അല്ലെ? നമുക്ക് ആ പേഷ്യന്റിനെ അറിയാം, അതിനെയാണ് നമ്മൾ നോൺ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ആ പേഷ്യന്റ് ആ ഒരു ഹോസ്പിറ്റൽ വാർഡിൽ കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ആ പേഷ്യന്റ് റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ആ പേഷ്യന്റിനെ കണ്ട് പരിചയമുണ്ട്. വാർഡിൽ കിടക്കുന്ന പേഷ്യന്റ് ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് ഒരു പേഷ്യന്റ് അവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ പേഷ്യന്റ് ഒരു ലെഗ് ഫ്രാക്ചർ വന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ഒരു വാർഡിൽ കിടക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വി ഓൾറെഡി നോ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പേഷ്യന്റ്. ഇപ്പൊ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഒരു കേസിലാണ് നമ്മൾ നോൺ കേസിലേക്ക് നമ്മൾ വരിക, അല്ലെ? അപ്പോൾ ഒരു നോൺ കേസ് ആണ് നമുക്ക് കിട്ടണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വാർഡാണ്. ഹോസ്പിറ്റൽ എമർജൻസി അല്ല. ഹോസ്പിറ്റൽ എമർജൻസി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് പ്യുവർലി അതൊരു അൺനോൺ കേസ് ആയിരിക്കും. പക്ഷേ എമർജൻസി വാർഡ് എന്ന് പറഞ്ഞാൽ എന്താ?
ആ വാർഡിൽ അഡ്മിറ്റഡ് ആയി കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ അതൊരു നോൺ കേസ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റൽ വാർഡിൽ അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി വാർഡിൽ ഒരു എമർജൻസി വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും സംതിങ് ഉണ്ടായി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് പോവാം ഒരു ആക്സിഡൻ്റ് ഉണ്ടായ ഒരു പേഷ്യൻ്റ് അവിടെ കിടക്കുന്നു. എക്സാമിനേഷനിൽ മനസ്സിലാവുന്നു ആ പേഷ്യൻറ്റിന് കണ്ടമാനം ബ്ലഡ് പോയിട്ടുണ്ടെന്നും ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണം എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേഷ്യൻ്റ് അവിടെ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ കേട്ടപ്പോൾ, അപ്പോൾ രക്തം കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പേഷ്യൻ്റ് ചിലപ്പോൾ ഒന്ന് വറീഡായി. അപ്പോൾ പേഷ്യൻ്റ് ഭയങ്കര കൺസേൺ ആണ്. സോ നമ്മൾ ആ ഒരു കണ്ടീഷനാണ് പേഷ്യൻറ്റിനെ നമ്മൾ ആസ് എ നേഴ്സ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ പുള്ളി ആങ്ഷ്യസ് ആയിരിക്കും, ലോട്ട്സ് ഓഫ് ബ്ലഡ് പോയതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ദ പേഷ്യൻ്റ് ഈസ് കൺസേൺ റിഗാർഡിംഗ് ദാറ്റ് തിങ്. സോ ഇതാണ് നമ്മുടെ കേസ്. ആൻഡ് ആസ് എ ടാസ്ക് ബുള്ളറ്റ് പോയിന്റ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എൻക്വയർ ദ റീസൺസ് ഫോർ ദ വിസിറ്റ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ടാസ്കിൽ എന്തായിരിക്കും വരിക, ഫൈൻഡ് ഔട്ട് ദ കൺസേൺ ഓഫ് ദ പേഷ്യൻറ്റ്. അങ്ങനെയായിരിക്കും വരിക. കാരണം എന്താ, ഫൈൻഡ് ഔട്ട് ദ കൺസേൺ ഓഫ് ദ പേഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് റീസൺ ഓഫ് ദ വിസിറ്റ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ദ വിസിറ്റ് ഒന്നും നമുക്ക് ചോദിക്കേണ്ട. കാരണം ആ പേഷ്യൻ്റ് ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. സോ ആ പേഷ്യൻ്റ് എന്തിനാണ് അവിടെ വന്നത്, പേഷ്യൻ്റ് എന്ത് കഴിഞ്ഞിട്ടാണ് അവിടെ കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ കിടക്കുന്ന പേഷ്യൻറ്റിന് ചില കൺസേൺസ് ഉണ്ട്. ആ കൺസേൺ ആണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. സോ ഒരു ഹോസ്പിറ്റൽ വാർഡിൽ അഡ്മിറ്റഡ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എ നോൺ കേസ് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് ഒരു നോൺ കേസ് ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഒരു നോൺ കേസ് ആണ് നമ്മൾ എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി നീഡ് ടു നോ ഇസ് എന്താ, നോൺ കേസ്. ഞാനാണ് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, നിങ്ങളൊരു നേഴ്സാണ്. ആസ് എ നേഴ്സ് നിങ്ങൾ എന്നെ ഒരു അഡ്മിറ്റഡ് ആയിരിക്കുമ്പോൾ ഡെയിലി നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റിൽ വരുമ്പോൾ എന്നെ അവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ 1-2 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ എന്നോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ പേരറിയാം, എൻ്റെ കണ്ടീഷൻ അറിയാം. അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ പേര് നമുക്ക് കിട്ടണം, എന്നാലാണ് നമുക്കതൊരു നോൺ കേസായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റോൾ പ്ലേ കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കൊരു 3 minutes പ്രിപ്പറേഷൻ ടൈം കിട്ടില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ ഇന്റർലോക്യൂട്ടറിനോട് ചോദിക്കുക, ഡ്യൂറിങ് ദ റോൾ പ്ലേ ഹൗ മേ ഐ അഡ്രസ് യു. അപ്പോൾ ഇന്റർലോക്യൂട്ടർ പറയും യു ക്യാൻ കോൾ മീ ഹരി, യു ക്യാൻ കോൾ മീ അജ്മൽ, അല്ലെങ്കിൽ യു ക്യാൻ കോൾ മീ ആതിര, അങ്ങനെയൊക്കെ നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻ്റെ പേര് നമുക്ക് കിട്ടി. അപ്പോൾ പേഷ്യൻ്റെ പേര് നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്യുന്നത് എന്തിനാ, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ നെയിം വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മളൊരു നോൺ കേസിൽ പേഷ്യൻറ്റിൻ്റെ പേര് നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നത്, ഇന്റർലോക്യൂട്ടറിനോട് ചോദിക്കുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു when you identify the case as an unknown case, it is a known case, to ask the name of the interlocutor, or to ask how may I address you to the interlocutor when you get that 3 minutes preparation time. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുക. സോ നമുക്ക് ഓൾറെഡി പേര് കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, the first step is greeting. എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീറ്റ് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം നമുക്ക് ഗ്രീറ്റ് ചെയ്യാം. പിന്നെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എങ്ങനെ ചെയ്യും, ഇൻട്രൊഡക്ഷനിൽ വേണമെങ്കിൽ നമുക്കൊരു പരിചയമുള്ള പോലെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്യാം. ഒരു പരിചയം ഇല്ലാത്തതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു പരിചയമുള്ള പോലെ ചെയ്യാം. സോ ദിസ് ഇസ് ഹരി, ദ നേഴ്സ് ദാറ്റ് യു ഹാവ് മെറ്റ് യെസ്റ്റർഡേ, അല്ലെങ്കിൽ എന്തെങ്കിലും ദിസ് ഇസ് വൺസ് അഗെയിൻ ഹരി വർക്കിംഗ് ഇൻ ദിസ് സംതിങ്. അപ്പോൾ നമുക്ക് ഒരു കുറച്ചുകൂടെ നമുക്ക് ആ പേഷ്യൻറ്റുമായിട്ട് ഫെമിലിയർ ആണ് എന്നുള്ള ഫ്രേസസ് അവിടെ കൊണ്ടുവരാം. അപ്പോൾ കുറച്ചുകൂടെ അതൊരു നോൺ കേസിന്റെ ഒരു സ്ട്രക്ചർ, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ഉള്ളിലേക്ക് അത് വരും. പിന്നെ നമുക്ക് ചോദിക്കുന്നത് എന്താ, വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ എന്ന് ചോദിക്കേണ്ട. നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ വാർഡിൽ ഇപ്പം നമ്മളൊക്കെ അഡ്മിറ്റഡ് ആയിട്ട് കിടന്നിട്ടുണ്ട്, ഒരു പനിയോ എന്തെങ്കിലും കാര്യത്തൊക്കെ കിടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അറിയാവുന്ന ഒരു നേഴ്സ് വന്നിട്ട് എന്ത് ചോദിക്കും, എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നല്ലേ ചോദിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹൗ ആർ യു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുക, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഒരു ഫെമിലിയർ കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ആ ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത്, ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു കാര്യം പറയാൻ പറ്റുമത്, നമ്മൾ ഓൾറെഡി പേര് ചോദിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഗ്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം, പേഷ്യൻ്റെ പേര് ഇപ്പോൾ ജോൺ എന്നാണെങ്കിൽ ഗുഡ് മോർണിംഗ് ജോൺ, അല്ലെങ്കിൽ അലക്സ്, അല്ലെങ്കിൽ ഗ്രേസ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പേര് വെച്ച് തന്നെ ഗ്രീറ്റ് ചെയ്യാം കേട്ടോ. സോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ പേഷ്യൻ്റെ പേര് ചോദിച്ചു. സോ നമ്മൾ ഹൗ ആർ യു ഡൂയിങ്, അപ്പോൾ അതാണ് നമ്മൾ പിന്നെ ചോദിക്കേണ്ടത്. സോ ജസ്റ്റ് നമ്മളൊരു നേഴ്സാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചോദിക്കാം ആ പേഷ്യൻറ്റിൻ്റെ വെൽബീയിങ്, ആ പേഷ്യൻ്റ് എത്രത്തോളം ഓക്കെ ആണ്, ആ പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ള വെൽബീയിങ് നമുക്ക് ചോദിക്കാൻ പറ്റും. അതാണ് ദ നെക്സ്റ്റ് തിങ്. പിന്നെ ദ നെക്സ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ, അപ്പോൾ ഹൗ ആർ യു, പേഷ്യൻറ്റിനോട് ചോദിക്കുമ്പോൾ ഹൗ യു ആർ ഡൂയിങ് ടുഡേ
ഹൗ ആർ യു ഫീലിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ ഒക്കെ ഇതാണ് കിടക്കുന്നതെങ്കിൽ ഹൗസ് യുവർ പെയിൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം ചോദിച്ചു കഴിയുമ്പോൾ അത് അങ്ങനെ ഹൗ ആർ യു ഫീലിംഗ് ടുഡേ, അല്ലെങ്കിൽ ഹൗ യു ഫീലിംഗ്, അല്ലെങ്കിൽ ഹൗസ് യുവർ പെയിൻ എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും, പേഷ്യൻ്റ് ആ ചോദിക്കുന്നതിന് ഒരു മറുപടി തരും. എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, ഐ എം ഫീലിംഗ് ഗുഡ്, അല്ലെങ്കിൽ ഐ എം ഫീലിംഗ് നോട്ട് ഗുഡ്, മൈ പെയിൻ ഇസ് സ്റ്റിൽ ദെയർ, ഓർ ഐ എം ഹാവിംഗ് ഇൻറ്റൻസ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ കാര്യമാണെങ്കിൽ ഐ എം സോ മച്ച് വറീഡ് അബൌട്ട് മൈ കണ്ടീഷൻ എന്നുള്ള ഒരു ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്കൊരു റിപ്ലൈ, നമുക്കൊരു ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നല്ലതാണ്, പോസിറ്റീവ് ആണെങ്കിലും ശരി നെഗറ്റീവ് ആണെങ്കിലും ശരി, നമ്മൾ അതിനെ അഡ്രസ് ചെയ്യണം. അപ്പോൾ പേഷ്യൻ്റ് പറയുകയാണ് എൻ്റെ പെയിൻ കുറഞ്ഞു എന്നൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്, ദാറ്റ് സൗണ്ട്സ് റിയലി ഗുഡ്, ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് ഫ്രം യു എന്നുള്ള ഒരു പോസിറ്റീവ് കൈൻഡ് ഓഫ് റീഅഷുറൻസ് ഫ്രേസ് നമുക്കവിടെ പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കവിടെ കൊടുക്കാം. ഒരു നെഗറ്റീവായിട്ടാണ് കാര്യം പറയുന്നതെങ്കിലും അവിടെ നമുക്കൊരു പോസിറ്റീവ് ഒരു റീഅഷറിങ് ഫ്രേസ് കൊടുക്കാം. പെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ നോട്ട് ടു വറി, വിൽ ടോക്ക് വിത്ത് ദ ഡോക്ടർ, അല്ലെങ്കിൽ ദ ഡോക്ടർ വിൽ ബി ഹിയർ സൂൺ, ഹി വിൽ ഡു സംതിങ് ടു സബ്സൈഡ് യുവർ പെയിൻ, അങ്ങനെയുള്ള രീതി, അല്ലെങ്കിൽ വോണ്ട് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം, പ്രോപ്പർ മാനേജ്മെന്റ് വി ക്യാൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു അഷുറൻസ് ഫേസ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കളക്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പേഷ്യൻസ് കണ്ടീഷൻ. പിന്നെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ കറൻറ്റ് കണ്ടീഷൻ്റെ പ്രശ്നം, വേറെ എന്തെങ്കിലും എക്സ്ട്രാ എൻക്വയറി ആ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളൊരു ഒരു നോൺ കേസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു മാറ്റം, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മാറ്റം. അപ്പോൾ നമ്മൾ 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ പേര് ചോദിക്കുന്നു, ഗ്രീറ്റിംഗ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡയറക്ട്ലി ആ പേഷ്യൻറ്റിൻ്റെ പേര് വിളിച്ചിട്ട് തന്നെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇന്നലെ കണ്ട അല്ലെങ്കിൽ വൺസ് അഗെയിൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഫെമിലിയർ കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ടറി ഫേസ് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നു. പിന്നെ നമ്മൾ എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളോട് ചോദിക്കുന്നു. പിന്നെ പേഷ്യൻ്റ് അതിന് ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ ഇഫ് ഇറ്റ്സ് എ പോസിറ്റീവ് റിപ്ലൈ ഓർ വെദർ ഇറ്റ് ഇസ് നെഗറ്റീവ് റിപ്ലൈ, അതിനനുസരിച്ചിട്ടുള്ള ഒരു റിപ്ലൈ റീഅഷുറൻസ് നമുക്ക് അവിടെ പോവാം. അത് നെക്സ്റ്റ് പിന്നെ വേറെ എന്തെങ്കിലും പേഷ്യൻറ്റിൻ്റെ കൺസേൺ ഉണ്ടോ, കണ്ടീഷനുമായിട്ട് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്നുള്ള ഒരു ഫ്രേസും കൂടെ നമുക്ക് അവിടെ പോകും. സോ ഇതാണ് നമ്മൾ നോൺ കേസും അൺനോൺ കേസും തമ്മിലുള്ള ഒരു വ്യത്യാസം. സോ ഐ ഹോപ്പ് ഇത് ഇസ് ക്ലിയർ ടു യു. നിങ്ങളത് നോട്ട്സ് എഴുതിയെടുത്തേ പറ്റൂ, ബിക്കോസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നിങ്ങളുടെ OET സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ സെറ്റിക്സും നിങ്ങളുടെ ഇന്നൊരു ലൈവിൽ കൂടെ തന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, നിങ്ങളെ ബോറടിപ്പിക്കില്ല. കാരണം എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് നോൺ കേസും അൺനോൺ കേസും പറഞ്ഞു. ഒരു കാര്യം കൂടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടും റെക്കറൻ്റ് ആയിട്ടും വരുന്നതും സ്റ്റുഡൻസിന് ഡൗട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് ഹോം വിസിറ്റ്. അപ്പോൾ ഈ ഒരു ഹോം വിസിറ്റും കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് ഈ ഒരു സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യും. ബാക്കിയുള്ള സെറ്റിങ്സ് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടാത്തൊരു സംഭവമുണ്ട്, പിന്നെ ഒരു നോൺ അൺനോൺ എന്ന് പറയുന്ന ഒരു പാരലൽ വരുന്നൊരു സെനേറിയോ ഉണ്ട്, പിന്നെ വേറെ കുറച്ച് സ്പെസിഫിക് സെറ്റിങ്സും ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ എങ്ങനെ ഇൻട്രൊഡക്ടറി ഫേസ് നമുക്ക് ഫ്രെയിം ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് ലൈവ് സെഷനിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരും. ആൻഡ് ഐ അഷ്യൂർ യു ദാറ്റ് ഈ ഒരു 1-2 ലൈവ് സെഷൻ കണ്ടു കഴിയുമ്പോൾ പിന്നെ OETയിൽ ഏത് സെറ്റിംഗ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ ദാറ്റ്സ് ദി അഷുറൻസ് ദാറ്റ് വി ആർ പ്രൊവൈഡിങ് ആൻഡ് ദാറ്റ് അഷുറൻസ് ഇസ് IILT ദാറ്റ് ഇസ് പ്രൊവൈഡിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെറ്റിംഗ് നോക്കുകയാണ് ഹോം വിസിറ്റ്. എന്താണ് ഹോം വിസിറ്റ്? വീട്ടിലേക്കുള്ള ഒരു വിസിറ്റ് അല്ല, ഇതാണ് ഹോം വിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവം? ഒരു നേഴ്സ് ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ വന്ന് കാണുകയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ആ പേഷ്യൻ്റ് എന്തെങ്കിലും കാര്യം അഡ്രസ് ചെയ്യുകയായിരിക്കും ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ എന്തായിരിക്കും, നിങ്ങൾ റോൾ പ്ലേക്കാൾ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു സാധനമായിരിക്കും ഗെറ്റിംഗ് എ സെറ്റിംഗ് ഓഫ് ഹോം വിസിറ്റ്. അപ്പോൾ എന്തായിരിക്കും, ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയിപ്പോയി, അത് കഴിഞ്ഞിട്ട് ആ പേഷ്യൻറ്റിൻ്റെ ആ പേഷ്യൻറ്റിൻ്റെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ആ പേഷ്യൻറ്റിനെ ഹോം വിസിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, ഷുഗർ ലെവൽ കണ്ടമാനം ഡയബറ്റിക് ആണ്, അപ്പോൾ പുള്ളിക്ക് ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇൻസുലിൻ സെൽഫായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം പഠിപ്പിക്കാനായിട്ടായിരിക്കും ആ നേഴ്സ് അങ്ങോട്ടേക്ക് പോകുന്നത്. സോ പല സെറ്റിങ്സുകളും പല കണ്ടീഷൻസും ഉണ്ടായിരിക്കും, പല പേർപ്പസ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ സെറ്റിംഗ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ട സംഭവം എന്താ, ഇറ്റ്സ് എ ഹോം വിസിറ്റ് അല്ലേ. അപ്പോൾ ഹോം വിസിറ്റ് ആണ് നമ്മളിവിടുത്തെ സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഹോം വിസിറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് 2 രീതിയിലുള്ള ഹോം വിസിറ്റ് ഉണ്ട്. 2 രീതിയിലുള്ള ഹോം വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് കേസ് ഇസ് ദാറ്റ് ദ നഴ്സ് ഈസ് വിസിറ്റിംഗ് ഹിസ് ഓർ ദ പേഷ്യൻസ് ഹോം ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ടായിരിക്കും ആ പേഷ്യൻറ്റിൻ്റെ വീട് സന്ദർശിക്കുന്നത്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു റെഗുലർ വിസിറ്റർ ആയിരിക്കും നഴ്സ്. ഫോർ എക്സാമ്പിൾ ഓരോ ആഴ്ച കൂടുന്തോറും ആ പേഷ്യൻറ്റിൻ്റെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഓരോ ആഴ്ച കൂടുന്തോറും ആ പർട്ടിക്കുലർ പേഷ്യൻറ്റിനെ കാണാനായിട്ട് പോകുന്നുണ്ടായിരിക്കും അല്ലേ.
ഇതിലും വ്യത്യാസം ഉണ്ടല്ലോ. സോ ദ ഫസ്റ്റ് ടൈം നമ്മളൊരു ഹോം വിസിറ്റ് നടത്തി കഴിയുമ്പോൾ, ആദ്യമായിട്ടാണ് ആ പേഷ്യൻറ്റിൻ്റെ വീട്ടിലേക്ക് ഒരു നേഴ്സ് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? റെഗുലർ ആയിട്ടാണ് ആ പേഷ്യൻറ്റിൻ്റെ വീട്ടിലോട്ട് പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ, ചേഞ്ചസ്, ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി തരാം. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഫസ്റ്റ് ടൈം വിസിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം വിസിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എന്തായിരിക്കും സംഭവം? ഓൾറെഡി ഒരു പ്രശ്നം കഴിഞ്ഞ പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാനായിട്ട്, ആ പേഷ്യൻ്റ് എങ്ങനെ ഫീൽ ചെയ്യുന്നു, ആ പേഷ്യൻ്റ് എങ്ങനെ ഉണ്ട് എന്ന് അറിയാനായിട്ടായിരിക്കും നമ്മൾ പോവുക. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഇപ്പോൾ നമ്മൾ പറയുന്നു, അതിനകത്ത് ടാസ്കിൽ നമുക്ക് എന്തായിരിക്കും? കൺഫേം ദ റീസൺ ഓഫ് ദ വിസിറ്റ്. കൺഫേം ദ റീസൺ ഓഫ് ദ വിസിറ്റ് എന്നുള്ളൊരു സംഭവമൊക്കെ അവിടെ കിടപ്പുണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കീ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതാണ് ആദ്യമായിട്ടാണ് ആ പേഷ്യൻറ്റിൻ്റെ വീട്ടിലോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ ക്ലൂ. അല്ലെങ്കിൽ നമുക്ക് അതൊരു റെഗുലർ വിസിറ്റ് ആണ് എന്നുള്ള ഒരു സംഭവങ്ങളോടെ നമ്മുടെ റോൾ പ്ലേ കാർഡിൽ തന്നിട്ടുണ്ടായിരിക്കും. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വെദർ യു ആർ വിസിറ്റിംഗ് ദ ഹോം ഫോർ ദ ഫസ്റ്റ് ടൈം, ഓർ യു ആർ ഹാവിംഗ് എ റെഗുലർ ഫോളോ അപ്പ് വിസിറ്റ്, ഓർ യു ആർ വിസിറ്റിംഗ് ദറ്റ് ഹോം ഫോർ ദ സെക്കൻഡ്, തേർഡ് ഓർ സം അതർ ടൈം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആ ഹോം വിസിറ്റിലേക്ക് പോകുന്നതെങ്കിൽ എന്താണ് കാര്യം? അതൊരു നോൺ കേസ് ആയിട്ടാണ് നമ്മൾ അതിനെടുക്കുക. കാരണം എന്താ? ഒരു പേഷ്യൻ്റ് ഉണ്ട്, ആരുടെങ്കിലും വീട്ടിലോട്ട് പോകൂ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾക്ക് തരുന്നത്. അപ്പോൾ ഇവിടെയാണ് ആ പേഷ്യൻറ്റിൻ്റെ വീടെന്നുള്ളതും പേഷ്യൻറ്റിൻ്റെ പേര് ഇന്നതാണെന്നുള്ളതും ഓൾറെഡി നമ്മൾ വരുന്ന ഹോസ്പിറ്റലിൽ നിന്നോ നമ്മൾ വരുന്ന ക്ലിനിക്കിൽ നിന്നോ നമ്മളോട് ഇൻഫോംഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന പേഷ്യൻറ്റിൻ്റെ പേരും അഡ്രസ്സും മാത്രം അല്ലേ? അപ്പോൾ പേഷ്യൻ്റെ പേരും അഡ്രസ്സും മാത്രമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്? നമ്മൾ പോകുന്നു. പിന്നെ ദ പേർപ്പസ് ഓഫ് വിസിറ്റ്, എന്തിനാണ് നമ്മൾ ഹോം വിസിറ്റ് ചെയ്യുന്നതെന്നുള്ള ഇൻഫോ നമുക്ക് നമ്മളെ പറഞ്ഞു വിടുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ ഓൾറെഡി പേഷ്യൻ്റെ പേരും നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ നമുക്കറിയാം, പേഷ്യൻ്റെ റെസിഡൻസ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം, എന്ത് കാര്യത്തിലാണ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഇതൊരു നോൺ കേസ് ആയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നോൺ കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 minutes ടൈമിൽ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ പേര് ഇൻ്റർലോക്യൂട്ടറിനോട് ചോദിക്കാനായിട്ടുള്ളൊരു സംഭവം നമുക്ക് അവിടെ വരുന്നുണ്ട് അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹോം വിസിറ്റിനായിട്ട് പോകുന്നു, നമ്മൾ ചെല്ലുന്നു, പുള്ളിക്കാരുടെ പേഷ്യൻ്റെ വീട്ടിലെത്തി. പേഷ്യൻ്റെ വീട്ടിലെത്തുമ്പോൾ ഫസ്റ്റ് തിങ് എന്താ? നമ്മൾ ബെല്ലടിക്കുന്നു, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങി വരുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രീറ്റ് ചെയ്യുന്നു. സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, സംതിങ് എന്നൊക്കെ. ഒരിക്കലും നമുക്ക് പേഷ്യൻറ്റിൻ്റെ പേര് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ആളോട് ഗുഡ് മോർണിംഗ് ജോൺ എന്നോ, ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റെ പേര് ജോൺ എന്നാണെങ്കിൽ ഇറങ്ങി വരുന്ന ആളോട് ഗുഡ് മോർണിംഗ് ജോൺ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഗ്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ആ ഇറങ്ങി വരുന്ന ജോൺ ആണെന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അപ്പോൾ ജോണിൻ്റെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം. ബെല്ലടിച്ച് കഴിയുമ്പോൾ ജോൺ തന്നെ ഇറങ്ങി വരണം എന്നുള്ള ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഗ്രീറ്റ് ചെയ്യാം, പേര് വെച്ച് ഗ്രീറ്റ് ചെയ്യരുത്. നെക്സ്റ്റ് യു ക്യാൻ ഗിവ് യുവർ ഐഡൻറ്റിറ്റി ആൻഡ് കൺഫർമേഷൻ. ഐഡൻറ്റിറ്റി കൺഫർമേഷൻ ആണ് പിന്നീട് ഞാൻ ഇന്നതാണ്, ഐ എം എ നേഴ്സ് കമ്മിങ് ഫ്രം, അല്ലെങ്കിൽ ഐ എം എ നേഴ്സ് വർക്കിംഗ് ഇൻ എ നിയർ ബൈ ഹോസ്പിറ്റൽ, ഐ എം എ നേഴ്സ് ഫ്രം ദിസ് പർട്ടിക്കുലർ ക്ലിനിക് ആൻഡ് ഐ എം ഹിയർ ആസ് എ പാർട്ട് ഓഫ് മൈ ഹോം വിസിറ്റ് എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കാര്യം പറയാം. അപ്പോൾ ആദ്യം പറയുന്നു നമ്മൾ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നത് എന്നൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കൺഫേം ചെയ്യാം. എന്ത്? ഈസ് ദിസ് മിസ്റ്റർ ജോൺസ് റെസിഡൻസ്? അപ്പോൾ ജോൺസിൻ്റെ റെസിഡൻസ് ആയിട്ട് നമ്മൾ കൺഫർമേഷൻ, ഇപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി പറഞ്ഞതിന് ശേഷം ഈസ് ദിസ് മിസ്റ്റർ ജോൺസ് ഹൗസ് എന്നുള്ള, അല്ലെങ്കിൽ ഈസ് ദിസ് മിസ്റ്റർ ജോൺസ് റെസിഡൻസ്, ഓർ ആം അറ്റ് ദ ഡോർ ഓഫ് മിസ്റ്റർ ജോൺസ് ഹൗസ് അല്ലെങ്കിൽ റെസിഡൻസ് എന്നുള്ള കൺഫർമേഷൻ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അപ്പോൾ അത് 2 രീതിയിൽ അവർക്ക് അതിൻ്റെ റിപ്ലൈ തരാം. ഈസ് ദ ജോൺസ് റെസിഡൻസ് അല്ലെങ്കിൽ ഈസ് ദിസ് മിസ്റ്റർ ജോൺസ് റെസിഡൻസ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ 2 രീതിയിൽ ആ പുള്ളി, ഞാനാണ് ഒരാൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ റിപ്ലൈ തരും, യെസ് ദിസ് ഇസ് ജോൺസ് റെസിഡൻസ്. അതായിരിക്കും ഫസ്റ്റ് റിപ്ലൈ. രണ്ടാമത്തെ റിപ്ലൈ എന്തായിരിക്കും? യെസ് ദിസ് ഇസ് ജോൺ റെസിഡൻസ് ആൻഡ് ഐ എം മിസ്റ്റർ ജോൺ എന്നുള്ള രീതിയിൽ അവരൊന്ന് കയറ്റി നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. അപ്പോൾ ഇത് ജോണിൻ്റെ റെസിഡൻസ് ആണ്, ഞാനാണ് ജോൺ എന്ന് ഓൾറെഡി നമുക്ക് റിപ്ലൈ കിട്ടുവാണെങ്കിൽ പിന്നീട് ആം ഐ സ്പീക്കിംഗ് ടു മിസ്റ്റർ ജോൺ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ ഇത് ജോണിൻ്റെ റെസിഡൻസ് ആണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതെ ഇത് ജോണിൻ്റെ റെസിഡൻസ് ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്നുള്ളൊരു റിപ്ലൈ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കണം നമ്മൾ ജോണിനോടാണോ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിനെ ഫ്രെയിം ചെയ്യണം. സോ ഐഡൻറ്റിറ്റി, നമ്മുടെ ഐഡൻറ്റിറ്റി പറയുക, ഇറങ്ങി വരുന്ന ആളുടെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യുക എന്നുള്ള 2 സ്റ്റെപ്പും പിന്നെ നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ പർപ്പസ് ഓഫ് വിസിറ്റ് നമുക്ക് പറയാം, ഇന്ന കാര്യത്തിനാണ് ഞാൻ അവിടെ വന്നത്, ഐ എം സംതിങ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. പിന്നെ ചില സാഹചര്യത്തിൽ വേണമെങ്കിൽ അത്ര മാൻഡേറ്ററി അല്ലെങ്കിൽ ടൈം കൺഫർമേഷൻ ഒരു സാധനം നമുക്ക് പോവാം, ഈസ് ഇറ്റ് ദ റൈറ്റ് ടൈം ടു ടോക്ക് എന്നുള്ള രീതിയിൽ പോകാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ പുറത്തുള്ള സ്ഥലങ്ങളിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടായിരിക്കും പോകുന്നതെന്നും ഒരു സംഭവമുണ്ട്. സോ ടൈം കൺഫർമേഷൻ എന്നൊരു കാര്യമുണ്ട്, ഇറ്റ്സ് സംതിങ് ഓപ്ഷണൽ എന്നുള്ളൊരു കാര്യം. ആൻഡ് അറ്റ് ദ സെയിം ടൈം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പേഷ്യൻറ്റിനെ കണ്ടതിന് ശേഷം ഹൗ ആർ യു ഫീലിംഗ് എന്നുള്ള കാര്യം പറഞ്ഞ് അങ്ങോട്ടേക്ക് ബാക്കി നമ്മുടെ റോൾ പ്ലേയുടെ ഡീറ്റെയിലേക്ക് പോകാം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രീറ്റ് ചെയ്യുക. പേഷ്യൻ്റെ നോൺ കേസ് ആണെങ്കിലും പേഷ്യൻ്റെ പേര് വെച്ച് ഗ്രീറ്റ് ചെയ്യരുത്.
ഗ്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് സ്ഥലത്താണോ വന്നിരിക്കുന്നത് എന്നുള്ള ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യുക, വീട് ഇതാണോ എന്ന് നോക്കുക, പിന്നെ പേഷ്യൻറ്റിനോടാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ആളോടാണോ സംസാരിക്കുന്നത് എന്ന 2 കാര്യങ്ങളും ചെയ്യുക. പിന്നീട് നമ്മൾ എന്തിനാണ് വന്നത് എന്നുള്ളൊരു കാര്യം കൺഫേം ചെയ്യുക. പിന്നീട് ഹൗ ആർ യു ഫീലിംഗ് എന്നുള്ള കാര്യം പറഞ്ഞ് പിന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവാം. സോ ദിസ് ഇസ് ഹൗ വിൽ ഗോ ഫോർ എ ഹോം വിസിറ്റ് ഇഫ് യു ആർ വിസിറ്റിംഗ് ദാറ്റ് ഹോം ഫോർ ദ ഫസ്റ്റ് ടൈം. ക്ലിയർ ആണല്ലോ? ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു. പക്ഷേ നമ്മളതൊരു റെഗുലർ ഹോം വിസിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ, റെഗുലർ ഹോം വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടല്ല ആ പുള്ളിയുടെ വീട്ടിൽ പോകുന്നത്, ആദ്യമായിട്ടല്ല ജോണിനെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഫേസ് നമുക്ക് നേരത്തെ പരിചയമുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ ആ വീട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈസ് ദിസ് മിസ്റ്റർ ജോൺസ് ഹൗസ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പോയിരിക്കുന്ന വീടാണ്. ഓൾറെഡി പോയിരിക്കുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ജോണിൻ്റെ വീടാണോ എന്ന് ചോദിക്കുന്നതിൽ ഒരു ലോജിക്കൽ ഇഷ്യൂ ഉണ്ട്, ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ ജോൺ ആണോ ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ ജോൺ അല്ലയോ ഇറങ്ങി വരുന്നത് എന്ന് നമുക്കറിയാം. കാരണം എന്താ, പേഷ്യൻറ്റിനെ നമുക്കറിയാം. അപ്പോൾ റെഗുലർ ഹോം വിസിറ്റ് ആണെങ്കിൽ 2 കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഒന്ന്, റെസിഡൻസ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. 2, ജോൺ അല്ലെങ്കിൽ പേഷ്യൻ്റ് ആരാണ്, പേഷ്യൻ്റ് ഐഡൻറ്റിറ്റി, ഫേഷ്യൽ ഐഡൻറ്റിറ്റിയും നമുക്ക് കറക്റ്റായിട്ടും നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ ആദ്യത്തെ 2 കാര്യങ്ങൾ, ഗ്രീറ്റിംഗ് എന്തായാലും വേണം. പിന്നെ 2 കാര്യങ്ങൾ, ഐഡൻറ്റിറ്റി കൺഫർമേഷൻ വേണ്ട, പക്ഷേ പേർപ്പസ് ഓഫ് വിസിറ്റ് നമുക്ക് പറയാം. കാരണം ജോൺ അല്ല ഇറങ്ങി വരുന്നെങ്കിൽ, വേറെ ആരെങ്കിലും ഇറങ്ങി വരുന്നെങ്കിൽ താങ്കൾ ആരാ എന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ പിന്നെ ചിലപ്പോൾ റെഗുലർ വിസിറ്റിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ആ ദിവസം നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളിയുടെ വീട്ടിൽ ആരെങ്കിലും വിസിറ്റേഴ്സോ ആരെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ ഇൻ കേസ് നമ്മൾ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അവരായിരിക്കും ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതും ചെയ്യാം. അപ്പോൾ നമുക്ക് പോവാം. പക്ഷേ ജോൺ തന്നെയാണ് ഇറങ്ങി വരുന്നതെങ്കിൽ നമുക്ക് ഗുഡ് ഈവനിങ് ജോൺ എന്നുള്ള രീതിയിൽ നമുക്ക് പേഷ്യൻറ്റിനെ അഡ്രസ്സ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പേഷ്യൻ്റെ പേര് വെച്ച് തന്നെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. ഇതാണ് ഈ റെഗുലർ ഹോം വിസിറ്റും ഈ ഫസ്റ്റ് ടൈം ഹോം വിസിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഐ എം ഹിയർ ആസ് എ പാർട്ട് ഓഫ് മൈ റെഗുലർ ഹോം വിസിറ്റ് എന്ന് നിർബന്ധമായും പറയണം. ആദ്യത്തേൽ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഹോം വിസിറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു വെച്ചാൽ മതി. പക്ഷേ നമ്മൾ റെഗുലർ ആയിട്ടാണ് ആ പേഷ്യൻറ്റിനെ ഹോമിൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഐ ആം ആസ് പാർട്ട് ഓഫ് മൈ വൺസ് അഗെയിൻ ഐ ആം ഹരി, ദ നേഴ്സ് വർക്കിംഗ് ഇൻ ദിസ് നിയർ ബൈ ഹോസ്പിറ്റൽ ആൻഡ് ഐ ആം ഹിയർ ആസ് എ പാർട്ട് ഓഫ് മൈ റെഗുലർ ഹോം വിസിറ്റ്. ആ റെഗുലർ എന്നുള്ള കാര്യം അവിടെ വന്നേ പറ്റൂ. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഇസ് ദ തിങ്. അപ്പോൾ അതാണ് നമ്മൾ മേക്ക് ചെയ്യേണ്ട ചേഞ്ച്. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതാണോ ജോണിൻ്റെ വീട് എന്നുള്ള സംഭവം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ജോണിനോടാണോ നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള ഈ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം സിൻസ് ദാറ്റ് ഇസ് a regular home visit that we are taking. So പിന്നെ this is the right time എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. പിന്നെ നമുക്ക് എന്താ, ഹൗ ആർ യു ഫീലിംഗ്, പേഷ്യൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു നേരത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫോളോ അപ്പ് കഴിഞ്ഞിട്ട് പോയതായിരിക്കും. അപ്പോൾ പേഷ്യൻ്റ് എങ്ങനെയുണ്ട്, പേഷ്യൻ്റ് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ള ഒരു കണ്ടീഷനിലും കൂടെ നമുക്ക് പോകാം. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് യു ക്യാൻ അഡ്രസ് ദി നെയിം ഓഫ് ദ പേഷ്യൻറ്റ്, അഡ്രസ് വിത്ത് ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ് ഓർ ഗ്രീറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്. ഗുഡ് മോർണിംഗ് ജോൺ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ജോൺ എന്നുള്ള രീതിയിലോട്ട് പോകാം. പിന്നെ ആസ് യൂഷ്വൽ വൺസ് അഗെയിൻ ദിസ് ഇസ് നേഴ്സ് ഫ്രോം വർക്കിംഗ് ഫ്രോം ദിസ് നിയർ ബൈ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ആൻഡ് ഐ എം ഹിയർ ആസ് എ പാർട്ട് ഓഫ് മൈ റെഗുലർ ഹോം വിസിറ്റ് എന്നുള്ള രീതിയിൽ നമുക്കോട്ട് പോവാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം, എങ്ങനെ പേഷ്യൻ്റ് പോകുന്നു, ഹൗ ആർ യു ഫീലിംഗ് എന്നുള്ള രീതിയിലും നമുക്കതിനെ ഫ്രെയിം ചെയ്യാം. സോ ഇതാണ് ഇപ്പോൾ ജസ്റ്റ് നമുക്ക് 2 രീതിയിൽ നമുക്ക് ഹോം വിസിറ്റ് വരുന്നത്, ഒന്ന് റെഗുലറും ഒന്ന് ഫസ്റ്റ് ടൈമാണ്. സോ ഐ ഹോപ്പ് എന്തൊക്കെയാണ് ഈ റെഗുലറിൻ്റെയും ഫസ്റ്റ് ടൈമിൻ്റെ ഡിഫറൻസ്, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഡിഫറൻസ് വരുന്നതെന്ന് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇത്രയും വെച്ച് ഞാൻ ഇന്നത്തെ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ബാക്കിയുള്ളത് ഞാൻ നെക്സ്റ്റ് ലൈവിൽ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നോൺ കേസിൽ നമ്മളെങ്ങനെ വരുന്നു, ഒരു നോൺ കേസിൽ ഒരു പേഷ്യൻ്റാണ് നമുക്ക് വരുന്നതെങ്കിൽ, ഒരു അൺനോൺ കേസിൽ ഒരു പേഷ്യൻ്റാണ് നമ്മുടെ അടുത്തിട്ട് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ പേഷ്യൻ്റ് അല്ല, പേഷ്യൻറ്റിന് വേണ്ടി ഒരു ബൈസ്റ്റാൻഡറാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാന്നുള്ളൊരു കാര്യം, പിന്നെ നോൺ കേസ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഇൻട്രൊഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഒരു ഹോം വിസിറ്റും 2 രീതിയിലുണ്ട്. ഒരു റെഗുലർ ഹോം വിസിറ്റ് ആണെങ്കിലും ശരി, ഒരു ഫസ്റ്റ് ടൈം ഹോം വിസിറ്റ് ആണെങ്കിലും ശരി, നമ്മളെങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. സോ മേക്ക് ഷുവർ ദാറ്റ് യു നോട്ട് ദീസ് പോയിന്റ്സ് ആൻഡ് ടു മേക്ക് എ പെർഫെക്റ്റ് ഇൻട്രൊഡക്ഷൻ. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് IILT പ്രോമിസ് ടു എവരിവൺ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ഹോം വിസിറ്റ് ആണെങ്കിലും അതിൻ്റെ സാധ്യതകൾ 2 സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്നു. അൺനോൺ കേസിലാണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനോട് എങ്ങനെ സംസാരിക്കുന്നു, ഒരു ബൈസ്റ്റാൻഡർ ആണെങ്കിൽ നമ്മളെങ്ങനെ സംസാരിക്കുന്നു എന്ന കാറ്റഗറൈസേഷൻ വെക്കുന്നു. സോ നമ്മൾ IILT ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ വിൽ ടച്ച് എവരി നുക്ക് ആൻഡ് കോർണേഴ്സ്. നമ്മളൊരു കാര്യം നമ്മൾ വിട്ട് കളയത്തില്ല. ആ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു സ്പീക്കിങ്ങിന് ഒരു സ്റ്റുഡൻറ്റ് വന്നിരിക്കുമ്പോൾ എന്തൊക്കെ വരാം, എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് വിൽ ഗിവ് ഓൾ ദ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ദ പേഷ്യൻറ്റ് നീഡ്. അപ്പോൾ ആ പേഷ്യൻറ്റ് സ്പീക്കിങ്ങിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. സോ we assure you that ഈ ഒരു ഇൻട്രൊഡക്ഷൻ
സീരീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു സെറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ OET റോൾ പ്ലേയിൽ എങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഫ്രെയിം ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷനോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല. സോ ദാറ്റ്സ് ദി അഷുറൻസ് ദാറ്റ് ഐ ആം പ്രൊവൈഡിങ് ആൻഡ് IILT ഈസ് പ്രൊവൈഡിങ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് വാസ് റിയലി ഇൻഫോർമേറ്റീവ് ടു യു. എന്തെങ്കിലും ഒരു എക്സ്ട്രാ ടിപ്പ് നിങ്ങൾ നേരത്തെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ സർഫ് ചെയ്ത യൂട്യൂബ് വീഡിയോസിൽ നിന്നും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ, ഒരു സ്പെഷ്യൽ ടിപ്പ് അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഹാവ് എ ഗുഡ് ഡേ. ടേക്ക് കെയർ. താങ്ക് യു.